ആഘോഷത്തിന്റെ വേലിയേറ്റത്തിനായി വേല ഫെസ്റ്റ് 2026 ചേലക്കരയിൽ. ചേലക്കരയെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കാൻ മാർച്ച് 18 മുതൽ ഏപ്രിൽ 5 വരെ ചേലക്കര തൊഴുപ്പാടും റോഡിൽ വേല ഫെസ്റ്റ് നടക്കുന്നു. നമസ്കാരം. എല്ലാ റൈറ്റ് വിഷൻ പ്രേക്ഷകർക്കും അന്തിമഹാകാളൻകാവ് വേല മഹോത്സവ ആശംസകൾ ആദ്യം നേരുകയാണ്. നമ്മളിപ്പോൾ ദേവിയുടെ തിരുനടയിലാണ്. ഇന്ന് ചേലക്കര മൊത്തത്തിലൊരു ആരവത്തിലാണ്. ആയിരക്കണക്കിന് ഭക്തരാണ് ദേവിയെ തൊഴാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഉത്സവത്തിൻ്റെ ആവേശത്തിലാണ്, ഊരാരവത്തിലാണ് ജനങ്ങളെല്ലാം. നിരവധി പേര് ദേവിയെ തൊഴാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ എല്ലാം വിശേഷങ്ങളും പൂരത്തിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്കൊന്ന് ചോദിക്കാം. നമസ്കാരം. എവിടുന്ന് വരുന്നത്? ചേലക്കോട്. എന്നാ പൂരം വിശേഷം? പൂരം ഹാപ്പി അല്ലേ? വൈകുന്നേരം ഇല്ലില്ല, ഉണ്ടാവും. ഫുൾ ടൈം നാളെ വരയ്ക്കും ഉണ്ടാവും. ആനയില്ലാത്തൊരു പൂരമാണ്. അപ്പോൾ സാധാരണ ഇല്ലാത്ത പൂരം ചില ആളുകൾക്ക് ഒരു വിഷമം ഉണ്ടാവും. ഇല്ല, ഇവിടെ അത് പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഐതിഹ്യം എന്തെങ്കിലും അറിയോ? അങ്ങനെ അറിയില്ല. ഐതിഹ്യത്തിൽ ആന പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് പിന്നെ ആനയില്ല, കാളവേലകളാണ്, കാളപ്പാട്ടുകൾ. ഇല്ല, അത് സെറ്റല്ല. സന്തോഷം. എവിടുന്ന് വരുന്നേ? വെങ്ങാനല്ലൂർ. ഇവിടെ തന്നെ അല്ലേ? എന്താണ് ഈ പൂരത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഇവിടെ ഒരു ഐതിഹ്യപ്പെരുമയുടെ ഒരു അല്ലേ മഹോത്സവമാണല്ലോ. മൂർത്തിയാണല്ലോ ഇവിടെ അന്തിമാള്. എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? പഴമക്കാർക്കാവുമ്പോൾ കുറച്ചധികം പറയാനുണ്ടാവുമല്ലോ. പഴമക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നമുക്ക് വിശദമായിട്ടുള്ള വിശദീകരിക്കാനുള്ള അതെ അതെ. അതിന്റെ ഐതിഹ്യങ്ങൾ പറഞ്ഞ ആന പാടില്ല എന്നുള്ളതാണ് ഐതിഹ്യം. ആന ഇതേപോലെ സമയത്ത് അന്തിമാളം പേടിയായി. അപ്പോൾ അന്ന് അന്തിമാളം പറഞ്ഞു ആനയുടെ ആവശ്യം, ആന വേണ്ട, ഈ കാളയും നാളെ ഇതും മതി പറഞ്ഞു. അങ്ങനെ കേട്ടത് പറഞ്ഞ കേൾവി. നമ്മളെക്കാളും ദേവപ്രതിഷ്ഠ കിരാതരൂപിയാണ്. കിരാതരൂപയാണ് അന്തിമാളം. കിരാതരൂപനാണ്. അപ്പോൾ അന്തിമാളം അങ്ങനെ 5 ദേശത്തു കൂടി വന്നിട്ട് ഇവിടെ ഇരുന്നതാണ്. നട മുറിച്ച് കടന്ന ഒരു ആന ഇതൊക്കെ കേൾവിയാണ്. മുമ്പൊക്കെ നടക്കാൻ പറ്റിയില്ലേ? അങ്ങനെ അവിടെ നടക്കലിന് മുന്നോട്ട് കൊടുക്കുമ്പോൾ തെറ്റുവണ്ണം വെച്ചിട്ടാണ് പിന്നെ തിരിഞ്ഞ് കൊണ്ടുപോയി. പൊതുവെ ഇവിടുത്തെ ഒരു ഉത്സവത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ഉത്സവം. ഞാൻ 50 അധികമായി ഇവിടെ എൻ്റെ ദേശത്ത്. ഞാൻ ഇവിടുത്തുകാരൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒത്തൊരുമയോട് കൂടി നന്നായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ചേലക്കര. ചേലക്കര എന്ന് പറഞ്ഞാൽ അന്തിമാളാണ്. പുറത്തുനിന്ന് ഇവിടുത്തെ വെടിക്കെട്ട് ഫേമസ് ആണല്ലോ. 2 കൊല്ലമായിട്ട് കുറച്ച് കുറവായിരുന്നു, പക്ഷേ ഇക്കൊല്ലം കൂടുതലാണ്. പബ്ലിക് നല്ല 2 മണിക്ക് ശേഷം ഇവിടെ ഫുള്ളായിരിക്കും. നാളെ രാവിലെ 10 മണി വരെയും ആൾക്കാരുണ്ടായിരിക്കും ഇവിടെ. അധികം വേല ഞായറാഴ്ച രാവിലെയാണ്. കാളയും ദാരികൻ്റെ വേഷും വെടിക്കെട്ടും. ഈ കാളപ്പാട്ട് ഇവിടുത്തെ ഒരു അല്ലേ രണ്ടുപേരും ഈ കാളപ്പാട്ട് എന്തെങ്കിലും അറിയോ? ഏലേലോ പൊലേലോ ഏലേലോ ഏ പൊലേലോ പറഞ്ഞു കേട്ടോ. എന്തായാലും വളരെ സന്തോഷം. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എവിടുന്ന് വരുന്നത്? ചെറങ്ങോണം അടുത്താണ്. അപ്പോൾ നിങ്ങളുടെ ഇന്ന് ഉത്സവമല്ലേ? എല്ലാവരും ആവേശത്തിലാണ് അല്ലേ? ചേലക്കര ഒന്നാകെ. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് പുതു തലമുറയ്ക്ക്? എല്ലാ വർഷവും വരാറുണ്ടോ ഇവിടെ? ഞങ്ങള് എറണാകുളത്ത്. ഞാൻ പുറത്താണ്, ഗൾഫിലാണ്. എല്ലാ വർഷവും ഇവിടെ പൂരത്തിന് ഇവിടെ വരാറുണ്ടോ? ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വരും. ഇതിന്റെ ഒരു ഓർമ്മകൾ എന്തൊക്കെയാ? നിങ്ങൾ കുട്ടിക്കാലത്ത് ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. പ്രതാപകാലം വെടിക്കെട്ട്, പിന്നെ രാത്രി വെടിക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ കാളവേലയുടെ കൂടെയുള്ള പരിപാടിയും. നാട്ടിൽ നിന്നൊക്കെ വേലകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ അതിന്റെ കൂടെ ഇനി വൈകുന്നേരം അല്ലേ അവരുടെ കൂടെയാണ് ഞങ്ങൾ വരുന്നുണ്ടാവും എന്തായാലും. അപ്പൊ അവരുടെ കൂടെ ഒക്കെ പരിപാടി കാര്യങ്ങളൊക്കെ ശശിങ്കാരം വേളുണ്ട്. അപ്പൊ അവരുടെ കൂടെയൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. കമ്മിറ്റിയിലെ ആളുകളാണോ? കമ്മിറ്റി ആളുകളല്ല, ഞങ്ങളുടെ അവിടുത്തെ അടുത്തുള്ളതുകൊണ്ട് അവരുടെ കൂടെയാണ് എന്തായാലും വരുള്ളൂ. ഈ കാളപ്പാട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നിങ്ങളൊരു 2 പേര് കാളപ്പാട്ട് നിങ്ങൾ എല്ലാവരും കൂടെ പാടിക്കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിരിക്കും. 2 പേര് മതി. കാരണം പൊതുവെ പഴമക്കാർക്കാണ് കൂടുതൽ അറിയുന്നുണ്ടാവുന്നതാണ് പറയുന്നത്. പക്ഷെ നിങ്ങളെ പോലുള്ള പുതിയ ആൾക്കാർ കൂടെ അറിയുമ്പോഴേ കാണുമ്പോൾ ആൾക്കാർക്ക് ഇതൊരു ആവേശമല്ലേ? ഞങ്ങളോട് പാടി കളിക്കാൻ മറ്റാരുണ്ടെവിടെ? പോരേലയ്യലേ
ഓലേലേലോ ഞാനല്ലെൻ്റെ ഉണ്ണി മോനെ ഞാനൊന്നു പറയണ കേക്ക് അന്തിമാളാങ്കാവില് പോയി കമ്പ് കറങ്ങണ ചേല കണ്ട് കാള കളിക്കണ കണ്ടത്തില് കമന്ന് കിടന്നോനെ ഓലേലയ്യലേലോ ഓലേലേലോ ഓലേലയ്യലേലോ ഓലേലേലോ. വെങ്ങാനല്ലൂര്. അപ്പോൾ ഉത്സവമാണല്ലോ, അപ്പോൾ എന്താ പറയാനുള്ളത് അതിൻ്റെ ആഘോഷങ്ങളെ കുറിച്ചും സന്തോഷം പങ്കുവെക്കാനില്ലേ? ഈ വൈകുന്നേരം ഉത്സവം കാണാൻ വരില്ല, അത് രാവിലെ തൊഴുതിട്ട് അങ്ങനെ പോവുള്ളൂ, വൈകുന്നേരം വരില്ല? ഞാനും നെല്ലുവായില് ഷൊർണൂരിൽ നിന്നാണ് വരുന്നത്. അത് ശരി. എല്ലാ വർഷം വരാറുണ്ടല്ലേ? വരാറുണ്ട് എല്ലാ വർഷവും ഫാമിലി എല്ലാവരും? ഞങ്ങളുടെ വീട് ഇവിടെ ഉണ്ട്. അതെ. അപ്പോൾ വൈകുന്നേരം അല്ലേ ശരിക്കും ഉത്സവം ആഘോഷിക്കേണ്ടത്? നമുക്ക് പൂരം വൈകുന്നേരം തന്നെയല്ലേ. തൊഴുതു, അമ്മയെ തൊഴുതു അല്ലേ? സന്തോഷം. മായന്നൂര് എല്ലാ വർഷം വരലുണ്ടോ? ഈ പൂരത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല അഭിപ്രായം, നല്ല അഭിപ്രായമാണ്. ഇവിടെ ആനയില്ലാത്ത, പൊതുവെ ആനയില്ലാത്തൊരു പൂരമാണ്. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് എന്തെങ്കിലും? അതിനെപ്പറ്റി ഒന്നും അറിയില്ല. എല്ലാ വർഷവും വരാറുണ്ട്. കുടുംബമായിട്ടാണ് വരാറ്? കുടുംബമായിട്ട്. വൈകുന്നേരം വരുമോ? വൈകിട്ട് വരും. ഇല്ല, വരും. എൻ്റെ മകളെ വിളിക്കാൻ കൊടുത്തില്ല. അതെ. അപ്പോൾ വൈകുന്നേരം വരും. മായന്നൂരിൽ അല്ലേ? എൻ്റെ പേരെന്തായിരുന്നു? പേര് രാമേന്ദ്രൻ. രാമചന്ദ്രൻ, പാളിയറോഡ്. അപ്പോൾ ഇവിടെ ഉള്ള ആൾ തന്നെയാണ് അല്ലേ? അതെ. എല്ലാ വർഷവും പൂരം ആഘോഷിക്കാൻ വരാറുണ്ട്? ഓ, എല്ലാ വർഷവും വരാറുണ്ട്. ഇപ്പോൾ രാവിലെ തൊഴുതു പോവുകയുള്ളൂ അതോ വൈകുന്നേരം വീണ്ടും വരുമോ? വരും. വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് തന്നെ പോവുള്ളൂ. വെടിക്കെട്ട് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. സാധാരണ പൊതുവെ പല ആളുകളോടും ചോദിച്ചപ്പോൾ രാവിലെ തൊഴുകും, പല പ്രായമായ ആളുകളൊന്നും പലരും വൈകുന്നേരം വരില്ല എന്നാണ് പറഞ്ഞു. വേല എന്ന് പറയുന്ന വികാരല്ലേ. അതെ. ഇവിടെ എന്താണ് ഈ വേലയെ പറ്റിയിട്ട് പറയാനുള്ളത്? ഓർമ്മകൾ എന്താണ്? ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ തറവാടും ജനിച്ചു വളർന്ന നാടും ഒക്കെ ഇവിടെ തന്നെയാണ്. പിന്നെ എന്ത് വിശേഷം ഞങ്ങൾ വന്ന് തൊഴുതിട്ട് പോവും. ഇത് കുറേ ഐതിഹ്യ പെരുമയുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ മക്കൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അറിയോ? ചെറുതായിട്ട് അറിയോ? ഇവിടെ ആനയില്ല എന്നാണ് പറയുന്നത്. എന്താ ആനയില്ലാത്തതിനൊരു ഐതിഹ്യം ഉണ്ട്? അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല. അറിയോ അതിൻ്റെ ഐതിഹ്യം? ഇല്ല. മോൾക്കെന്താ പറയാനുള്ളത്? വെറുതെ ഇങ്ങനെ വന്ന് പോയാൽ മതി പൂരത്തിന്? വൈകുന്നേരം നിങ്ങളവിടുന്ന് വേലയൊക്കെ വരുന്നുണ്ടോ? കമ്മിറ്റിയൊക്കെ ഉണ്ടോ അവിടുന്ന്? അല്ല, പങ്ങാരപ്പള്ളിയാണ് ഞങ്ങളുടെ അവിടുന്ന്. ഡാൻസ് കളിച്ച് വരുമോ? വരും. പരീക്ഷ കഴിഞ്ഞോ? ഇല്ലല്ലോ. കഴിഞ്ഞോ? അതെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 8ല്. ഇവിടെ രണ്ട് ക്ലാസ്സിൽ. എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ട്. എവിടെയാ? നിങ്ങൾ 3 പേരും തന്നെ വന്നിട്ടുള്ളൂ? വീട്ടിൽ നിന്ന് വേറെ ആരുമില്ല? അതെ. ശരി. ലാക്കോട്. എൻ്റെ പേരെന്തായിരുന്നു? രാധാകൃഷ്ണൻ. അപ്പോൾ നിങ്ങളുടെ പൂരം വലിയ ആവേശത്തിലാണല്ലോ ചേലക്കര? ആവേശത്തിലാണോ എന്ന് ഉദ്ദേശിക്കണോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? നമ്മളെന്നല്ലേ പറയാ. അപ്പോൾ എല്ലാ വർഷവും ഉത്സവം കാണാനായിട്ട് വരും അല്ലേ? കുടുംബമായിട്ടാണ്? കുടുംബമായിട്ടാണ്. ഞാൻ ഇവിടുത്തെ അടിയന്തരമാരാ. ഇവിടുത്തെ ജീവനക്കാരനാണല്ലേ? അപ്പോൾ ഇവിടുത്തെ ഈ അമ്പലത്തിനെ പറ്റിയിട്ട് എന്താ ഒരു ഐതിഹ്യം പറയാനുള്ളത്? അമ്പലത്തിനെ പറ്റി നല്ല ഐതിഹ്യം പറയാനുള്ളൊക്കെ. അത് ചേലക്കര മാത്രമല്ല, പല രാജ്യത്തുനിന്നും ജനങ്ങൾ വരുന്നുണ്ട്. ഈ വെടിക്കെട്ട് കാണാൻ പുറത്തുനിന്ന് വരാൻ? വെടിക്കെട്ട് കാണാൻ അല്ലാതെ വേറെ എന്താ ഇവിടെ കാണാൻ? അല്ല, കാളവേലയ്ക്കും പ്രശസ്തമാണല്ലോ. അത് നാളെ കാലത്തേ ആവുള്ളൂ. കാളവേല പ്രസിദ്ധമാണ്, പക്ഷെ നാളെ കാളി എടുക്കുള്ളൂ. ഇന്ന് രാത്രി വരുന്ന വേല കാളിയും ധാരികനുമാണ്. അതാണ് ധാരികവധത്തിന്റെ ഓർമ്മയ്ക്കായിട്ടല്ലേ? അതെ. ധാരികവധത്തിന്റെ ഓർമ്മയല്ല, ധാരികവധം നടക്കുന്നുണ്ട്. അത് മറ്റൊരു സ്ഥലത്താണ്. അല്ല, അപ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾ ധാരാളം വരുന്ന സ്ഥലമാണ്. കാളിയും ധാരികനും മറ്റു എറണാകുളത്തെ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ വധമില്ല. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഓ, അങ്ങനെയാണല്ലേ? അപ്പോൾ ആ ആചാരങ്ങളൊക്കെ അതേപടി ഇപ്പോഴും നിലനിർത്തുന്നു. ഈ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്തുനിന്ന് ധാരാളം പേര് വരുന്നൊരു ഉത്സവം. മലപ്പുറം, ചാവക്കാട്, അവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ. അത്രയും പ്രശസ്തമായ ഒരു. അപ്പോൾ ഇവിടെ ഒരു എത്ര വർഷം വേണം പറയാൻ? ഞാൻ 20 കൊല്ലമായിട്ടുള്ളൂ. ഇവിടെ 20 വർഷമായി ഇവിടെ ജീവനക്കാരനാണ്. ഇവിടെ ഭാര്യ വീടാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? മിക്കവാറും വരാറുണ്ട്. എന്താണ് ഈ ഒരു ഉത്സവത്തിൻ്റെ വന്നായിട്ടുള്ളൊരു അനുഭവം? എന്താണ് മുൻകാലങ്ങളിലൊക്കെ? മുൻകാലങ്ങളിൽ നമ്മൾ ഈ കോവിഡിൻ്റെ സമയത്തൊന്നും വലിയ കാര്യമായിട്ടുണ്ടായില്ലല്ലോ. അല്ലാതെ സമയത്ത് കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല. അതിന് മുന്നേ വർഷം വന്നപ്പം കുഴപ്പമില്ല, നല്ല രസമായിരുന്നു. ഇവിടെ വെടിക്കെട്ടെല്ലാം കഴിഞ്ഞ് ഉത്സവം എല്ലാം സമാപിച്ച ശേഷമാണ് തിരിച്ചു പോകുന്നത്. വൈകുന്നേരങ്ങളിൽ അതെ വെടിക്കെട്ടൊക്കെ കാണാൻ വരാറുണ്ട്. മുഴുവനായും കണ്ട് ആസ്വദിച്ചിട്ടേ പോകുള്ളൂ അല്ലേ?
ആസ്വദിക്കാം. ഒറ്റയ്ക്കുള്ളൂ? ഭാര്യയും ഒരു അമ്പലത്തിനകത്തുണ്ട്, തൊഴാൻ പോയി. പാടൂര് അല്ലേ? സ്വരൂപ്. എവിടുന്ന് വരണേ? പങ്ങാരപ്പള്ളി. നാട്ടുകാരൻ തന്നെയാണ്? അവിടെ നാട്ടുകാരനെ. ഒറ്റയ്ക്കായിരിക്കും വേറെ? ഏറല്ല, വേറെ ഞങ്ങൾ പോവാൻ നിൽക്കണം. അതെ, ഇപ്പൊ വൈകുന്നേരം അല്ലേ ആഘോഷങ്ങളൊക്കെ? ഇനി വൈകിട്ടാണ്. എന്താണ് ചേലക്കര മഹാകാളൻകാവ് വേലയെക്കുറിച്ച്? അല്ല, ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു വേല തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ. കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷം വെടിക്കെട്ടുണ്ടായിരുന്നു. അതിന് മുന്നത്തെ വർഷം എന്ത് ചെയ്യണം? ഞാൻ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യാം. കൂട്ടുകാർ മറ്റ് സ്ഥലങ്ങളിലുള്ള കൂട്ടുകാരൊക്കെ ആഘോഷം കാണാനായിട്ട് വീട്ടിലേക്ക് വരാറില്ലേ? വീട്ടിലേക്ക് വരാറുണ്ട്. ഇത്തവണ വൈകിട്ടേ വരുള്ളൂ. എല്ലാവരും വൈകിട്ട് വരുള്ളൂ. ഇവിടെ വെടിക്കെട്ട് ഇവിടുത്തെ പ്രശസ്തമാണ്. വെടിക്കെട്ട് ഇവിടെ പ്രശസ്തമാണല്ലോ. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞതിന്റെ മുന്നത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നന്നായി ഇത്തവണ കേമാണെന്നാണ് പറയുന്നത്. ഇത്തവണ അതിനും കേമാവും തന്നെയാണ് മൊത്തത്തിൽ. ഇതിന് ആവേശം ഉണ്ടല്ലേ? സാധാരണ ഈ ആന ഇല്ലാത്തൊരു പൂരമാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വിഷമമുണ്ടോ? സാധാരണ ആന ഇല്ലാത്ത നമ്മളിവിടെ നിന്ന് മെയിനായിട്ട് ആന ഇല്ലെങ്കിലും വെടിക്കെട്ടാണ് ഇവിടുത്തെ പ്രധാനം. വെടിക്കെട്ട്, അതുപോലെ തന്നെ കാള, അതൊക്കെയാണ് പ്രധാനമുള്ളത് നമ്മുടെ അമ്പലത്തിൽ. എവിടെ, ഏത് ജില്ല, എവിടെ വർക്ക് ചെയ്യും? ഞാൻ ലിയോസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ അവിടെയുള്ള. ആയിക്കോട്ടെ, സന്തോഷം. പങ്ങാരപ്പള്ളി. ആവേശത്തിലാണല്ലോ അല്ലേ ഉത്സവത്തിന്റെ? അതെ അതെ. വരാറുണ്ട്. ഓ പിന്നെ. നിങ്ങളെന്താ പഠിക്കുകയാണോ? പഠിക്കുക. എന്ത് പഠിക്കുന്നു? ഞാൻ നേഴ്സിംഗ്. എവിടെ പഠിക്കുന്നത്? ബാംഗ്ലൂർ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കൂട്ടുകാരെ വന്നിട്ടുണ്ടോ? കൂട്ടുകാർ വന്നിട്ടുണ്ട്. ഇവിടെ കാണില്ല. അത് ഇവരൊക്കെ എൻ്റെ കൂട്ടുകാർ. അതെ. അപ്പോൾ എന്താ ഈ നമ്മുടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവർക്ക്? നമ്മുടെ പെരുമയുള്ള ചേലക്കര മഹാകാളൻകാവ് വളരെ പ്രശസ്തമാണ്. അപ്പോൾ അതിന്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? വെടിക്കെട്ടൊക്കെ എല്ലാം കാണിച്ചു. അത് കാണാനേ വന്നത് തന്നെ. എല്ലാ പൂരം എല്ലാം കണ്ട ശേഷം തിരിച്ചു പോകുള്ളൂ. എല്ലാ വർഷവും വരാറുണ്ട് പിന്നെ. സന്തോഷം. എന്റെ പേരെന്താ? അമൽ. എവിടെ വീട്? പങ്ങാരപ്പള്ളി. ആഘോഷത്തിന്റെ വേലിയേറ്റത്തിനായി വേല ഫെസ്റ്റ് 2026 ചേലക്കരയിൽ. ചേലക്കരയെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കാൻ മാർച്ച് 18 മുതൽ ഏപ്രിൽ 5 വരെ ചേലക്കര തൊഴുപ്പാടും റോഡിൽ വേല ഫെസ്റ്റ് നടക്കുന്നു. വിവിധ വിപണന സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, ഫാമിലി ഗെയിംസ്, അമ്യൂസ്മെന്റ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ വേലാഘോഷത്തെ മനോഹരമാക്കും. ചേലക്കര ഗ്രാമപഞ്ചായത്തും വേല കോർഡിനേഷൻ കമ്മിറ്റിയും UK ഫെസ്റ്റും സംയുക്തമായി നടത്തുന്ന വേല ഫെസ്റ്റിൽ പ്രവേശനം തികച്ചും സൗജന്യം. ഇത്തവണത്തെ വേലയ്ക്ക് കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാം.